നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്താകെയുള്ള നിക്ഷേപകരെ ഒരുമിച്ച് ചേർക്കാനാണ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി എന്ന് മുഖ്യമന്ത്രി. നിക്ഷേപകർ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരില്ലെന്നും സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള 16 പദ്ധതികൾ എന്ന് പൂർത്തിയാക്കുമെന്നതിൽ സംസ്ഥാന സർക്കാരിന് ധാരണയില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സമയക്രമമില്ലെങ്കിൽ പദ്ധതി അവതാളത്തിലാകുമെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1981 പാർട്ടി അംഗമായ റസൽ 12 വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും റസൽ അംഗമായിരുന്നു. സംസ്ഥാനത്തെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിനായി മന്ത്രി 896 കിലോമീറ്റർ ദൈർഘ്യമുള്ള 31 പദ്ധതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിലെ റോഡ് വികസനത്തിനായി 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലാണ് നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം. ബ്രൂവറിക്കെതിരായ സമരത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി BJP. മലമ്പുഴ ഡാമിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനുമേ ഉപയോഗിക്കാവൂ എന്നത് ഉന്നയിച്ചാണ് കോടതിയെ സമീപിക്കുന്നത്. മലമ്പുഴ ഡാമിന്റെ സംഭരണ ശേഷി കുറഞ്ഞത് കോടതിയിൽ അറിയിക്കും. ഒയാസിസിന് വേണ്ടി പഞ്ചായത്തിന്റെ അധികാരത്തെ കവർന്നെടുക്കുന്നതുൾപ്പെടെ കോടതിയിൽ ചൂണ്ടിക്കാട്ടുമെന്നും BJP അറിയിച്ചു. കിഫ്ബി പദ്ധതികളിൽ നിന്നും വരുമാനം കണ്ടെത്തുന്ന സർക്കാർ നീക്കത്തിന് പിന്തുണയുമായി LDF. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് ദോഷം വരാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്തണമെന്ന് സർക്കാരിനോട് LDF സർക്കുലറിലൂടെ ആവശ്യപ്പെട്ടു. മദ്യ പ്ലാന്റ് ആരംഭിക്കുമ്പോൾ കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കരുതെന്നും LDF വ്യക്തമാക്കുന്നു. മുസ്ലിം വിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യം ലഭിക്കാത്തതിനാൽ ഉടൻ അറസ്റ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. SFIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി M ശിവപ്രസാദിനെയും സെക്രട്ടറിയായി PA സഞ്ജീവിനെയും തിരഞ്ഞെടുത്തു. PM ആർഷോയ്ക്കും K അനുശ്രീക്കും പകരമാണ് പുതിയ നേതൃത്വത്തെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞു. കോടനാട് ചികിത്സയിലിരിക്കെയാണ് ചരിഞ്ഞത്. ഡോക്ടർമാർ ചികിത്സിച്ചു വരവെ ആന ഹൃദയാഘാതത്തെ തുടർന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ MPയുമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ. ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് സോണിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിമർശിച്ച് ടെസ്ല മേധാവിയും വൈറ്റ് ഹൌസ് ഉപദേശകനുമായ ഇലോൺ മസ്ക്. 3 വർഷം മുമ്പ് റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുന്നതിനിടെ അദ്ദേഹം ഫോട്ടോഷൂട്ട് നടത്തുകയാണെന്ന് ഇലോൺ മസ്ക് കുറ്റപ്പെടുത്തി. രഞ്ജി ട്രോഫിയിൽ ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ. സെമിയിൽ ഗുജറാത്തിനെതിരെ നേടിയ 2 റൺസ് 1-ാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിലാണ് കേരളം ഫൈനലിൽ കടന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തുന്നത്.